ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ നല്ല സോഫ്റ്റായിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം. അതിനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഉപ്പൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആയി കിട്ടും. അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം, നമ്മുടെ സാധാരണ പച്ചവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഈ പൊടി ഒന്ന് നനച്ചെടുക്കാം. നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്നത് പോലെ അങ്ങനെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെത്ര വെള്ളം വേണ്ടി വരുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. ഇതുപോലെ കയ്യിലൊഴിച്ചിട്ട് കുറച്ചായിട്ട് അങ്ങനെ നനച്ചെടുക്കുക. ഇങ്ങനെയാകുമ്പോൾ വെള്ളം കൂടി പോകുന്ന പേടിയൊന്നും വേണ്ട. അപ്പം അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കട്ട കെട്ടിയ പോലെ ഇരിക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പുട്ടും വളരെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ പുട്ടുപൊടി കുറച്ചൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആണ് നമ്മുടെ പുട്ടുപൊടി ഇരിക്കേണ്ടുന്നത്. അപ്പോൾ നമ്മുടെ 1/2 കപ്പ് വെള്ളം മാത്രമാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത്ര വെള്ളം മാത്രം മതി. അത് തന്നെ നല്ല കറക്റ്റായിട്ട് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂണേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ഞാൻ 2 ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട്. അത് വീഡിയോ വിട്ടു പോയതാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കും, നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടിരിക്കും. രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം ആകുമ്പോഴും അതേ രൂപത്തിൽ തന്നെയായിരിക്കും, അതേ ടേസ്റ്റിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക്, അത് വലിയ ജാറ് തന്നെ എടുക്കുക. ചെറുതാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ അടിയിലിങ്ങനെ കട്ട കെട്ടിയ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറച്ച് വലിയ ജാറ് തന്നെ എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ പകുതി പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഒരു 3 സെക്കൻഡ് മാത്രം ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടല്ലേ, ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കൂടി അങ്ങനെ ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടില്ല. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പൊടി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കട്ട കെട്ടി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ സാധാരണ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ടകളായിട്ട് അങ്ങനെ കിടക്കുകയും ചെയ്യും. അപ്പോൾ അത് പുട്ടുണ്ടാക്കുമ്പോൾ അതങ്ങനെ കഴിക്കാനായിട്ട് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, വളരെ ഹാർഡായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ്, എന്നാൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. അപ്പോൾ മാത്രമല്ല, നല്ല കൂടുതൽ സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ ചോറും ചേർത്തിട്ടുണ്ട്. വളരെ കുറച്ചാണ്, 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അത്രയൊക്കെ തന്നെ മതി, എന്നാൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ പരുവെന്ന് പറയുന്നത്, നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടയാക്കി എടുക്കുമ്പോൾ അതിങ്ങനെ കയ്യിലങ്ങനെ ഉണ്ടയായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പാകം കേട്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പുട്ടുപൊടി കിട്ടേണ്ടത്. ഇനി നമുക്കിത് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം.
ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങയൊക്കെ എത്ര വേണമെന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 കഷ്ണമായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പുട്ടിൽ തേങ്ങയൊക്കെ കൂടിയാലും വളരെ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. നമ്മുടെ ഒരു കുറ്റിപ്പുട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് മുതൽ ഒരു 8 മിനിറ്റ് വരെയെങ്കിലും നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. 5 മിനിറ്റ് ആവാതെ നമ്മളിത് കുത്തിയെടുക്കരുത്. 5 മിനിറ്റെങ്കിലും ആവണം. ഞാനൊരു 5 മിനിറ്റ് തൊട്ട് ഒരു 8 മിനിറ്റ് വരെ ഞാൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് പഴം കൂട്ടിയും പപ്പടം കൂട്ടിയും നമുക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാ കറികളുടെ കൂടിയൊക്കെ പോവും. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പുട്ടാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ ഇതുപോലെ തന്നെ നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.